നമ്മുടെ സാരിക്കുണ്ട് 5.25 5.5 മീറ്റർ. പക്ഷേ എൻ്റെ ഈ കുഞ്ഞടുക്കളയിൽ 4 മീറ്റർ നീളവും 2 മീറ്റർ 30 സെൻറ്റിമീറ്റർ വീതിയാവുള്ളതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഏതാണ്ട് ഊഹിക്കാൻ പറ്റും. പഴയ അടുക്കള പൊളിച്ചിട്ട് മാറ്റി പണിയുന്ന സമയത്ത് വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല വലുപ്പമുള്ള സൗകര്യമുള്ള അടുക്കളയായിരുന്നു അന്ന് മനസ്സിൽ വിചാരിച്ചത്. പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ചതുപോലെ നടക്കില്ലല്ലോ. നമ്മുടെ ഈ വീട് കിടക്കുന്നത് 7 സെൻറ്റ് സ്ഥലത്താണ്. മുറ്റത്തൊരു കിണറും ഉണ്ട്. ആ കിണറ്റിൻ്റെ മധ്യഭാഗത്ത് അടുക്കള ചുമര് വരാൻ പാടില്ല എന്നാ വാസ്തുശാസ്ത്രം. ഞങ്ങൾക്കതിൽ കുറച്ച് വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ അതങ്ങ് തെറ്റിക്കാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഈ അടുക്കള ഇത്രയും ചെറുതായി പോയത്. വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഞാൻ ഏതൊക്കെയോ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചൊന്നും നടന്നില്ലെങ്കിലും കിട്ടിയത് വെച്ചിട്ട് ഏറ്റവും ഭംഗിയാക്കാൻ നമുക്കറിയാമല്ലോ. നമ്മൾ വിചാരിച്ചാൽ സാധിക്കാത്ത, നമ്മുടെ മൈൻഡ് സെറ്റാക്കാൻ പറ്റാത്തത് എന്താ ഉള്ളത് അല്ലേ? അപ്പോൾ അത് തന്നെയാണ് എൻ്റെ കാര്യത്തിലും. കുന്നോളം നമ്മൾ സ്വപ്നം കണ്ടാൽ കുന്നിക്കുരുവോളം കിട്ടുമെന്ന് പറയില്ലേ? ആ കുന്നിക്കുരുവിനെ നമ്മളിങ്ങനെ മിനുക്കി മിനുക്കി കൊണ്ടുപോവുക. നമുക്ക് എന്തൊക്കെയാണോ കിട്ടിയത് അതിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ചൊരു കാര്യം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ അടുക്കളയിൽ വലിയ വലിയ സൗകര്യങ്ങളൊന്നുമില്ല. ഒരുപാട് ഓൺലൈൻ പ്രോഡക്റ്റ്സ് ഒന്നും ഞാൻ വാങ്ങിക്കൂട്ടാറുമില്ല. ഒന്നാമത് ചെറിയ സ്ഥലമാണ്, വലിയ വലിയ ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിൽ ഇല്ല. അപ്പോൾ അടുക്കളയിലുള്ള സൗകര്യത്തിനനുസരിച്ച് നിറച്ച് വെക്കാതെ എന്നാൽ എല്ലാം ഓർഗനൈസായിട്ട് ഈ ഒരു അടുക്കളയിൽ എനിക്ക് ഒതുക്കി വെക്കാൻ പറ്റുന്നുണ്ട്. അതിന് 2 കാരണങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, നമ്മുടെ അംഗസംഖ്യ വളരെ കുറവാണ്. നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിന് പറ്റിയ കണക്കായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങാറുള്ളൂ, സൂക്ഷിക്കാറുള്ളൂ. ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ട് കുത്തി നിറക്കാൻ എനിക്ക് എന്തായാലും പറ്റില്ല. രണ്ടാമത്തത്, അപ്പം തന്നെ എല്ലാം ക്ലിയർ ചെയ്യും. അതായത് നമ്മൾ പാത്രങ്ങളൊക്കെ അല്ലെങ്കിൽ എന്ത് സാധനമാണെങ്കിലും വേണോ വേണ്ടയോ നോക്കിയിട്ട് അപ്പം തന്നെ അതങ്ങ് ക്ലിയർ ചെയ്യും. ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങുകയില്ല. വേഗം വേഗം വേണ്ടാത്തതൊക്കെ ഒഴിവാക്കുകയും ചെയ്യും. കാരണം അങ്ങനെ ചെയ്താലേ കുഞ്ഞടുക്കളയിൽ എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ആയിട്ട് എല്ലാ കാലത്തും നമുക്ക് വെക്കാൻ പറ്റും. ഇത് തന്നെ കണ്ടോ, ഈ സാധാരണ നമ്മുടെ ഈ ഒരു ഹോബിൻ്റെ താഴെ കട്ട്ലറി ഷെൽഫായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ സ്പൂണും കാര്യങ്ങളും വെക്കാൻ അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഒരു പാത്രത്തിൽ സ്പൂണൊക്കെ ഇട്ട് വെച്ചതാണ്. അത്രയും മിനിമമായിട്ട് മാത്രമേ ഞാൻ ഈ ഒരു ഓർഗനൈസ് ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങിക്കൂട്ടാറുള്ളൂ. പിന്നെ അതുപോലെ ഈ ഒരു നമ്മുടെ പ്ലേറ്റ് വെക്കുന്നതും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ആ ഷെൽഫ് അവർ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അത് അങ്ങനെ അങ്ങ് ചെയ്തു എന്ന് മാത്രമേ. എക്സ്ട്രാ ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല. ഷെൽഫ് അതായത് പ്ലേറ്റ് ഓർഗനൈസ് ചെയ്യുന്ന സാധനങ്ങൾ. പിന്നെ ഇത് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലേറ്റും കാര്യങ്ങളാണ്. അല്ലാത്തത് വിരുന്നുകാരോ അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്ന പ്ലേറ്റൊക്കെ കണ്ടോ, ഇതാ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇങ്ങനെയാണ് ഞാൻ സൂക്ഷിച്ച് വെച്ചത്. പ്രത്യേകിച്ച് ഓർഗനൈസ് ചെയ്യുന്ന സാധനങ്ങളൊന്നുമില്ല. ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ പ്ലേറ്റിൻ്റെ ഇടയിൽ ഇതേപോലെയുള്ള ടിഷ്യൂ പേപ്പറില്ലേ, അത് വെക്കും. അപ്പോൾ സ്ക്രാച്ച് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ്. കുറേയൊക്കെ ഞാൻ വെക്കാൻ വിട്ടുപോയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ തിരക്കിൻ്റെ ഇടയിൽ ഉണങ്ങിയതിന് ശേഷം അങ്ങ് വെക്കുമ്പോൾ അങ്ങ് വിട്ടുപോയിട്ടുണ്ട്. പക്ഷേ മാക്സിമം ഇതിങ്ങനെ അങ്ങ് വെക്കും. അടിയിൽ മിഡിൽ ഓരോ പ്ലേറ്റിൻ്റെയും ഇടയിൽ ഇതേപോലെയുള്ള ടിഷ്യൂ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്രാച്ചും ഒരു പോറലും ഇല്ലാണ്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് വാങ്ങാനും പറ്റും. പൈസ ഉണ്ടെങ്കിൽ, നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വാങ്ങാൻ പറ്റും. പക്ഷേ അതെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ട് വലിയ അടുക്കളയൊക്കെ ആണെങ്കിൽ അതൊക്കെ സ്റ്റോറേജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു കുഞ്ഞടുക്കളയായതുകൊണ്ട് അതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കൂടുതലായിട്ട് സ്ഥലം കണ്ടെത്തേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാറുള്ളത്. പിന്നെ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞടുക്കളയാണെങ്കിലും ഞാൻ അത്രയും ഹാപ്പി ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഒന്നാമത് വെള്ളയായതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി പണികളൊക്കെ പെട്ടെന്ന് തീരുകയും ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഒരുപാട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ ഫ്രിഡ്ജും സിങ്കും അടുപ്പും ഒക്കെ അടുത്തടുത്താണ്. പെട്ടെന്ന് എനിക്ക് പണി തീരുകയും ചെയ്യും. കുഞ്ഞടുക്കളയായതുകൊണ്ട് അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ 2-3 പേര് ഒരുമിച്ച് പെരുമാറുമ്പോൾ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഞാൻ മാത്രമാണ് അടുക്കളയിൽ കയറിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുക. ചിലപ്പോൾ ഹസ്ബൻഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ക്ലീനിങ്ങിലേക്ക് പുറത്തേക്ക് ചാടും. അങ്ങനെയാണ് ഞങ്ങളിവിടെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. ഈ ഒരു ഷെൽഫിൽ ബേക്കറി, താഴത്തെ തട്ടിൽ മോളുടെ ബേക്കറി ഐറ്റംസ് ഒക്കെയാണ് വെക്കുക. അതെല്ലാം ഇപ്പം കാലിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിത്തൊക്കെ ഉണ്ടാവില്ലേ, അതായത് സീഡ്, പംകിൻ സീഡ്, ചിയാ സീഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വയ്ക്കുക. ചിലപ്പോൾ രാവിലെ ഈ പറഞ്ഞ മാതിരി ഓവർനൈറ്റ് ഓട്സൊക്കെ കഴിക്കണം തോന്നിയാൽ നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ വയ്ക്കും. പിന്നെ മുകളിലെ കുറച്ച് ഈ പറഞ്ഞ മാതിരി ബേക്കറി ഐറ്റംസ്. അതിൻ്റെ മുകളിലുള്ളത് അതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ്. ഞാനായിട്ട് വാങ്ങിക്കൂട്ടിയതൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് പിശുക്കും കാര്യങ്ങളുള്ളത് കൊണ്ട് അനാവശ്യമായിട്ടുള്ള ഒന്നും വാങ്ങാറില്ല. ഇതൊക്കെ വീട്ടിൽ കൂടേണ്ട സമയത്ത് ഗിഫ്റ്റ് കിട്ടിയ ബോക്സിലൊക്കെ ഉള്ളതാണ്. പിന്നെ അതുപോലെ തന്നെയാണ് ഈ ഒരു ഷെൽഫിലുള്ളത്. കുറച്ച് ഗ്ലാസ് ഐറ്റംസാണ്. ഇതും ഞാനായിട്ട് വാങ്ങിയതല്ല, ഗിഫ്റ്റിൽ വന്നതാണ്.
ഇപ്പം ഇവിടെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഞാൻ കൊടുത്തത് കൊണ്ട് തന്നെ എനിക്ക്, കാരണം സ്റ്റോർ റൂമും ഇല്ലല്ലോ, അപ്പം അവരുടെ അടുത്ത് തന്നെ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സിമം സ്റ്റോറേജ് സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഷെൽഫ് കബേർഡ് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇതെല്ലാം അങ്ങ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ ഷെൽഫിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ മുകളിൽ 5ഉം 4ഉം 9 ഉണ്ട്, താഴെയും ഈ പറഞ്ഞ മാതിരി 9 ഉണ്ട്. അപ്പം മൊത്തത്തിൽ 18 ഷെൽഫാണ് ഇവിടെ ഈ ഒരു വെള്ള കിച്ചണിലുള്ളത്. അപ്പുറത്തെ സൈഡിലും അതിനനുസരിച്ചിട്ട് മാക്സിമം കൊടുക്കാവുന്നതിനനുസരിച്ചിട്ട് ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു അടുക്കളയുടെ വലിപ്പം കേട്ടാൽ നിങ്ങൾ ഞെട്ടും കേട്ടോ. ഒന്നുമില്ല, 2 മീറ്റർ 30 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ വീതി. 2 മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടാപ്പ് വെച്ചിട്ട് അളക്കുമ്പോൾ അതിൻ്റെ അളവൊന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ, അതിൻ്റെ ഉള്ളിലുള്ള വീതിയാണ്. ചുമര് ഞാൻ ഉൾപ്പെടുത്താതെ അകത്തുള്ള വീതിയാണ് ഈ പറയുന്നത്. നീളമാണെങ്കിൽ 4 മീറ്ററും, ശരിക്കും പറഞ്ഞാൽ ഒരു സാരി 5.5 മീറ്റർ ഉണ്ട്. അപ്പോൾ 4 മീറ്റർ നീളമുള്ള ഒരു 2 മീറ്റർ വീതിയുള്ള അടുക്കള എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. പിന്നെ നമ്മുടെ പൊടി ഐറ്റംസ് ഒക്കെ ഇല്ലേ, ചായപ്പൊടി, പിന്നെ അതുപോലെ തന്നെ കാപ്പിപ്പൊടി, ഇതെല്ലാം ഇവിടെയാണ് മെയിനായിട്ട്. അത് ചായപ്പൊടിയൊക്കെ കൂടുതലുണ്ടാകുമ്പോൾ ഇവിടെ വെക്കും. ആവശ്യത്തിനുള്ള മാത്രം ഒരു ചെറിയൊരു സ്റ്റാൻഡ് ഞാൻ പുറത്ത് വെച്ചില്ലേ, കൗണ്ടർ ടോപ്പ്, അവിടെയാണ് കുറച്ചാക്കിയിട്ട് വയ്ക്കുക. പിന്നെ നമ്മുടെ ഉപ്പ്, മഞ്ഞൾ, മുളക്, അതുപോലെ കടല, ചെറുപയർ, ഇതെല്ലാം ഇതിലാണ് വയ്ക്കുക. ഇതിൽ തന്നെ 3 ഷെൽഫിലാണ് സാധനങ്ങളുള്ളത്. ബാക്കി മുകളിലുള്ളത് കാലി കുപ്പികളാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വേണ്ടാത്തൊക്കെ ഒഴിവാക്കുന്നു. അങ്ങനെ ഒഴിവാക്കിയാലും അത്യാവശ്യം വേണമെന്ന് തോന്നുന്ന കുപ്പിയുടെ ബോട്ടിലൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ എന്തെങ്കിലും പരിപ്പൊക്കെ കാലിയായി കഴിഞ്ഞാൽ കഴുകി വെക്കുന്നത്, അതൊക്കെ തുടച്ച് ആറ്റിയതിന് ശേഷം അവിടെ അങ്ങ് വെക്കും, അത്യാവശ്യത്തിന് എടുക്കാമല്ലോ. ഇതും ഈ പറഞ്ഞതുപോലെ കാലി ബോട്ടിലാണ്. ഒഴിവാക്കുന്ന സമയത്ത് കുറച്ച് ആലോചിക്കും ഇത് വേണോ വേണ്ടിയോ, അങ്ങനെ കൊണ്ടാക്കുന്നതാണ് ഇതൊക്കെ റബ്ബർ ബാൻഡൊക്കെ കിട്ടുമ്പോൾ ഇട്ട് വെക്കുന്നതാണ്. പിന്നെ ഹണിയുടെ ബോട്ടിൽ, പിന്നെ അതുപോലെ സോസ് ബോട്ടിലൊക്കെ ഉണ്ട്. അത് പിന്നെ എനിക്ക് അത്യാവശ്യമാണ്. എൻ്റെ ദോശ ചുടാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ ഞാൻ വാങ്ങി വെക്കും. ഉള്ളത് എന്തെങ്കിലും കേട് വന്നു പോയാൽ എൻ്റെ കറക്റ്റ് അളവ്, എനിക്ക് പിടിച്ച് വരയ്ക്കാൻ കറക്റ്റ് അളവിന് വേണം. അത് കിട്ടിയപ്പോൾ ഞാനത് വാങ്ങി വെച്ചതാണ്. കാരണം എല്ലാ കടയിലും അങ്ങനത്തെ സോസ് ബോട്ടിൽ ഉണ്ടാവില്ല, അതിന് മാത്രമായിട്ട് വാങ്ങിയതാണ്. ഇതൊക്കെ എൻ്റെ ലൈഫിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. എൻ്റെ ഷോർട്ട് വീഡിയോ ഡ്രോയിങ് വരയ്ക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ കാണുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ ഷോർട്സ്. കിച്ചൺ വീഡിയോസും ക്ലീനിങ് വീഡിയോസും കാണുന്നവർ മിക്കവാറും ആ ഷോർട്സ് കാണണമെന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ അടുക്കളയുടെ കാര്യമല്ലേ. നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പ് മോഡുലാർ കിച്ചണിൽ പെട്ടെന്ന് തോന്നുവാണെങ്കിലും ഇത് ശരിക്കും വാർത്തിട്ട് തന്നെ ചെയ്തതാണ്. കോസ്റ്റ് എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് വാർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചതാണ്. പിന്നെ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ വീതി എന്ന് പറയുന്നത് 67 സെൻറ്റിമീറ്റർ. 67 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 26 ഇഞ്ചെങ്ങാനും വരും കേട്ടോ. അത്രയും വീതി ഞാൻ വേണമെന്ന് പറഞ്ഞത് ഈ പറഞ്ഞ മാതിരി ഉള്ളോട്ട് നല്ല സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ ഒരു ഏരിയ ഒക്കെ കണ്ടാൽ മനസ്സിലാവും, കാരണം ഒരുപാട് സ്ഥലം അങ്ങ് ഉള്ളിലേക്കുണ്ട്. ബാക്കിയുള്ള നമ്മുടെ സ്പൂണും കാര്യങ്ങളും ഒരു അരിപ്പ ഒക്കെ ഇല്ലേ, പിന്നെ നമ്മുടെ സൺഫ്ലവറും ഓയിലൊക്കെ ഇവിടെയാണ് വെക്കുക. അപ്പോൾ കുറച്ച് മാത്രം ആവശ്യത്തിന് നേരത്തെ ആ ഒരു ചായപ്പൊടി വെച്ച ബോട്ടിലല്ല ആ സ്റ്റാൻഡിൽ അങ്ങ് വെക്കും. ഇതൊക്കെ നമ്മുടെ ആ ഒരു സിങ്കിൻ്റെ താഴെയുള്ള ഭാഗമാണ്. ഇപ്പോൾ സിങ്കൊക്കെ നമ്മൾ ഈ പറഞ്ഞ മാതിരി അവിടെ ഒന്നും അങ്ങനെ എപ്പോഴും ഡ്രൈ ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. അത്യാവശ്യം മാത്രം ഞാൻ ഇവിടെ നിന്ന് കഴുകുന്നുള്ളൂ, ബാക്കിയൊക്കെ അപ്പുറത്തെ സിങ്കുന്ന. അതുകൊണ്ട് ഇവിടെയൊക്കെ ഓയിലൊക്കെ വെക്കാൻ പറ്റും. അല്ലെങ്കിൽ വെള്ളം തെറിക്കുന്ന ഏരിയ ആണെങ്കിൽ അവിടെ നമുക്ക് ഓയിലൊന്നും വെക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എൻ്റെ പാത്രങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എപ്പോഴും എൻ്റെ അടുക്കള കാണുന്നവർക്ക് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ സ്റ്റീലിൻ്റെ പാത്രങ്ങളാണ് മെയിനായിട്ട് ഇവിടെയുള്ളത്. ഗ്ലാസ് പാത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല ഗിഫ്റ്റ് കിട്ടിയതാണ്. ഞാനായിട്ട് വാങ്ങുമ്പോൾ എപ്പോഴും സ്റ്റീൽ പാത്രങ്ങളാണ് വാങ്ങുക. കാരണം ഒരുപാട് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഗ്രാനൈറ്റ് പോട്ടും അതുപോലെ തന്നെ വേറെ എന്തൊക്കെയാണ് സെറാമിക്കോ അതൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കതിനോടൊന്നും എൻ്റെ മൈൻഡ് അങ്ങോട്ടേക്ക് പോവില്ല. കാരണം ഞാൻ വിചാരിക്കും എൻ്റെ രാവിലത്തെ തിരക്കിനിടയിൽ തട്ടുകയും മുട്ടുകയും ചെയ്യുമ്പോൾ പൊട്ടാത്ത സാധനം, പിന്നെ കുറേ കാലം നിൽക്കുന്ന സാധനം, ഇത് രണ്ടും ചിന്തിച്ചാൽ എൻ്റെ മനസ്സിൽ സ്റ്റീൽ മാത്രമേ വരും. അതുകൊണ്ട് പാത്രങ്ങൾ എപ്പോഴും സ്റ്റീൽ പാത്രങ്ങളാണ്. പിന്നെ നമ്മുടെ ആ ഒരു ഗ്യാസ് സ്റ്റോപ്പിൻ്റെ താഴെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ കട്ട്ലറി വെക്കുന്ന ആ ഒരു ഏരിയ, അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഇതാണ് നമ്മുടെ ട്യൂബില്ലേ, ഗ്യാസിൻ്റെ ട്യൂബ്. അവിടെ എപ്പോഴും അവർ പറയും ഇവിടെ ഇങ്ങനെ മീൻസ് ആ ഗ്യാസിൻ്റെ അവിടെ നമ്മുടെ ഭാരത് ഗ്യാസ് അവിടെ നിന്ന് വരുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ ടൈറ്റായിട്ട് വെക്കാൻ പാടില്ല, ലീക്കേജ് ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഡേഞ്ചറാണ്. അതുകൊണ്ട് ഇത്ര സ്ഥലം അവിടെ വിടും. ബാക്കിയുള്ള ഏരിയയും കൂടെ മാക്സിമം ഞാൻ യൂസ് ചെയ്തിട്ടാണ് എൻ്റെ അരിയില്ലേ നമ്മുടെ പച്ചരി, പുഴുങ്ങലരി, അതുപോലെ ആട്ട, പിന്നെ റവ, ഇതൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് വെക്കും. പക്ഷേ ഇത്തിരി സ്ഥലം കാറ്റ് കടക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് തുറക്കുമ്പോഴേ കാറ്റ് കടക്കും, അത് വേറെ കാര്യം. പിന്നെ ഇവിടെയുള്ള സ്റ്റീൽ ബോട്ടിൽ എന്ന് വെച്ചാൽ നമ്മുടെ പൊടികളില്ലേ മില്ലിൽ പൊടിപ്പിച്ചിട്ടുള്ള മുളക്, മഞ്ഞൾ, മല്ലി, അതൊക്കെ അവിടെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം സ്റ്റീലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ.
അതുകൊണ്ട് അവിടെ എഴുതിയിട്ട് ഒരു സ്റ്റിക്കറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എടുക്കാനൊക്കെ എളുപ്പമാണ്. മുളക്, മഞ്ഞൾ, മല്ലി എന്നൊക്കെ അങ്ങനെ എഴുതുന്നതുകൊണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്റ്റീലിലാണ് ഇതൊക്കെ വെക്കുന്നതെങ്കിൽ ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. പെട്ടെന്ന് നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ കാലിയാവുമ്പോൾ ഇതിൽ നിന്നാണല്ലോ നമ്മൾ ഇടുക. അപ്പോൾ എഴുതി വെക്കുമ്പോൾ നല്ല ഉപകാരം. പ്രത്യേകിച്ച് രാവിലെയൊക്കെ മഞ്ഞളും മുളകും തീരുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഴത്തെ കള്ളിയിലൊന്നും എനിക്ക് വെക്കാനൊന്നുമില്ല. ഇപ്പം വലിയ വലിയ പാത്രങ്ങളൊക്കെ ആണെങ്കിലല്ലേ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സ്ഥലം മതിയാവാതിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നമ്മൾ ഇത്ര ആയതുകൊണ്ട് പാത്രങ്ങൾ വളരെ കുറവാണ്. പക്ഷേ അത്ര കുറവല്ല, കുറച്ച് പാത്രങ്ങളുണ്ട്. അത് വെച്ച സ്ഥലമൊന്നും ഞാൻ കാണിച്ചു തരട്ടെ. അതായത് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരു കോണ് പോലെയാണ്. അപ്പോൾ ഒരുപാട് സാധനം ഇത് ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ തന്നെ ചെയ്യാൻ പറഞ്ഞത്. കാരണം ഇവിടെ ഒരു പാർട്ടീഷൻ വരുവാണെങ്കിൽ ഇതുപോലെ വെക്കാൻ പറ്റില്ല, ഇതങ്ങ് ഉള്ളോട്ടേക്ക് പോകും. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ കൂടുന്ന സമയത്ത് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള കുറച്ച് വലിയ പാത്രങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം മാക്സിമം ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് വെച്ചിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് എനിക്ക് ഉള്ളോട്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ എത്രത്തോളം അത് അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇത്രയും ഇങ്ങോട്ട് പോകുന്നത് കൊണ്ട് ഇവിടെയുള്ള വലിയ പാത്രങ്ങളൊക്കെ ഇവിടെയാണ് വെക്കുന്നത്. ഇതിലും വലിയ പാത്രങ്ങളുണ്ട്. അത് പറഞ്ഞ മാതിരി മറ്റേ അടുക്കളയിലെ വർക്ക് ഏരിയ അവിടെയാണ് വെച്ചത്. ഇതിലിപ്പോൾ ചോപ്പറും പിന്നെ അതുപോലെ ചപ്പാത്തി ഇടുന്നതും ഒരു മിക്സിയുടെ ജാറും ഇത് മാത്രമേ ഡെയിലി യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം അത്യാവശ്യം മാത്രമായത് ഡെയിലി യൂസ് ചെയ്യാത്തതാണ്. അതുകൊണ്ട് എനിക്ക് അതങ്ങനെ അങ്ങ് എടുക്കേണ്ടി വരുന്നുമില്ല. പിന്നെ ഉള്ളത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഫ്രിഡ്ജിനോട് ചേർന്ന ഭാഗം. ഈ ഒരു കള്ളി എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്നും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നും കറികളൊക്കെ കൊണ്ടുവരുമ്പോൾ അവരുടെ പാത്രങ്ങൾ വെക്കുന്നതാണ്. അതിൻ്റെ താഴെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലാസ്ക് ഒക്കെ ഉണ്ടാവില്ലേ, ഡെയിലി ഉപയോഗിക്കാത്തത് മാത്രം ഇവിടെ വയ്ക്കും. ഇതിപ്പം പണ്ട് കേക്ക് ചെയ്യുന്ന സമയത്തുള്ള നമ്മുടെ ആ ഒരു ബ്ലെൻഡറോ എന്തായിരുന്നപ്പോൾ ബീറ്ററാണ് ഇത്. പിന്നെ നമ്മൾ ഒരു കത്തി എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ അരിയൊക്കെ പൊടിപ്പിക്കുന്ന നമ്മളെ ബക്കറ്റാണ്. പക്ഷേ ഇതിപ്പം അരി പൊടിപ്പിക്കാൻ വേണ്ടി മാത്രമല്ലേ അത് ഉപയോഗിക്കും. ബാക്കിയുള്ള സമയത്ത് ഇത് കാലിയായിട്ട് കിടക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ആവശ്യമില്ലാത്ത ഫ്ലാസ്കും കാര്യങ്ങളൊക്കെ ഇവിടെ വയ്ക്കും. കാരണം ഡെയിലി ഉള്ളത് ഞാൻ മേലെ തന്നെയാണ് വയ്ക്കുക. ആ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ ഞാൻ പറഞ്ഞില്ലേ ഈ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ വെക്കാൻ വേണ്ടി ഒരു തട്ടി വെച്ചത്, അതിൻ്റെ അപ്പുറം ഒരു ചെറിയൊരു ബോക്സ് വെച്ചിട്ട് ഡെയിലി നമുക്ക് വേണ്ട 3 ഫ്ലാസ്കും വാട്ടർ ബോട്ടിലൊക്കെ അവിടെ വെക്കും. ഇതൊന്നും അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ട് അത് താഴെ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് അന്ന് പോയപ്പോൾ അവർ തന്ന കറികളൊക്കെയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറികളൊക്കെ ഉണ്ട്, അല്ല കറിപ്പാത്രങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം അങ്ങ് മേലെ വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഈ കാലിപ്പാത്രം കൊണ്ട് അവിടെ പോകും. അടുത്ത വരുത്തിന് അവിടെ നിന്ന് ഫില്ലാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. ഇത് അവരുടെ പാത്രങ്ങൾ വെക്കാൻ മാത്രമുള്ള സ്ഥലമാണ്. അങ്ങോട്ട് പോകുമ്പോൾ പാത്രങ്ങളിങ്ങനെ പരതി നടക്കണ്ടല്ലോ, അതുകൊണ്ട് അതിന് പ്രത്യേക സ്ഥലം വെച്ചതാണ്. ഇത് പറഞ്ഞതിൻ്റെ കാലിപ്പാത്രങ്ങൾ അവിടെ കൊണ്ടുപോവുക, ഫില്ലാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. അതാണ് വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ശീലം. ഇനിയിപ്പോൾ എൻ്റെ ആ ഒരു കുഞ്ഞ് വർക്ക് ഏരിയയിലെ അതിൻ്റെ ഷെൽഫുകൾ എന്ന് പറഞ്ഞുതരാം. മൊത്തത്തിൽ താഴെ 5 ഷെൽഫാണ് ഉള്ളത് കേട്ടോ. അവിടെയും ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞൊരു നമ്മുടെ 3 ബർണറുള്ള ഒരു സ്റ്റൗ വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വെച്ച പൊടിയൊക്കെ ഇടുന്ന ഷെൽഫില്ലേ അവിടെ നിന്ന് തന്നെ എടുത്തിട്ട് ഇങ്ങോട്ടും പോകാം അങ്ങോട്ടും പോകാം, ആ രീതിയിൽ അവിടെ വെച്ചത്. അപ്പോൾ ആദ്യത്തെ ഉള്ളത് നമ്മുടെ കുക്കറും കാര്യങ്ങളാണ്. രണ്ടാമത്തേതിൽ അമ്മ തരുന്ന നമ്മുടെ ഉരിച്ച തേങ്ങകളൊക്കെ ഇല്ലേ അത് വെക്കുന്ന ബക്കറ്റും അതിൻ്റെ കൊടുവാളില്ലേ അതും അവിടെ വെക്കും. പിന്നെ ഉള്ളത് നമ്മുടെ ആ ഒരു സിങ്കിൻ്റെ താഴെയാണ്. ഇത് യൂസ് ചെയ്യുന്ന സിങ്കാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, വലിയ വലിയ പാത്രങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടേക്കങ്ങ് പോകും. കുറേ ഉള്ളോട്ടേക്ക് പോകുന്നതുകൊണ്ട് അവിടെയും വലിയ പാത്രങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇരുടുകൊണ്ട് കാണുന്നുണ്ടോ എന്നറിയില്ല. പിന്നെ ഇവിടെ നമ്മളൊരു ഒരു ബേസിൻ വെച്ചിട്ട് അത്യാവശ്യം നമ്മുടെ ഈ വിനാഗിരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഒരു കറുത്ത ബോക്സ് കാണുന്നത് ശരിക്കും കുഴമ്പാണ്. നമ്മൾ പെട്ടെന്ന് മുറിവെണ്ണൊക്കെ ഉണ്ടാവില്ലേ, പെട്ടെന്ന് ചതവൊക്കെ വരുമ്പോൾ തടവാൻ വേണ്ടിയിട്ട് ഇത് അമ്മ തന്നതാണ്. അപ്പോൾ അതിവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം വരുമ്പോൾ ഇങ്ങോട്ടേക്കൊന്ന് ഓടും. അതൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ അവിടെ ഇപ്പം നമ്മുടെ കുന്തിരിക്കം, താമ്പ്രാണി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ അതും, പിന്നെ ഒരു പച്ചക്കറിയൊക്കെ വെള്ളത്തിൽ പൊതിർക്കാൻ നല്ല ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ സോക്ക് ചെയ്ത് വെക്കില്ലേ അതിൻ്റെ ഒരു ഇഡ്ഡലി പണ്ടത്തെ ചെമ്പും, പിന്നെ തീപ്പെട്ടി, പിന്നെ നമ്മുടെ ഹെന്നയുടെ കുറച്ച് മിക്സിങ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അത്, പിന്നെ എൻ്റെ ഗ്ലൗസ് ഇടുന്ന ബോക്സ്, ഇതൊക്കെയാണ്. അതായത് പെട്ടെന്ന് നമുക്ക് ഇതിങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ട് ഓരോന്നായിട്ട് വെച്ചുകൊണ്ട് എനിക്കറിയാം ഇപ്പോൾ പെട്ടെന്ന് ഹെന്ന മിക്സ് ചെയ്യുമ്പോൾ ഇത് ഇവിടെ വന്നാൽ മതി, അതുപോലെ ഗ്ലൗസ് വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. അങ്ങനെ ഞാൻ വെക്കുന്ന ഒരു സ്ഥലങ്ങൾ ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇങ്ങനെ അന്വേഷിച്ച് നടക്കേണ്ട ഒരു കാര്യമില്ല. ഓരോന്നിനും ഓരോ സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സ്ഥലമാണെങ്കിലും അവിടെ ഒരുപാട് സാധനങ്ങൾ കുത്തി നിറക്കാതെ അത്യാവശ്യം മാത്രം. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ ഇടയിലെല്ലാം ഒരുപാട് സ്ഥലം ഇനി എനിക്ക് വെക്കാം എന്ന് വെച്ചിട്ട് ഞാൻ വാരി നിറച്ച് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ എനിക്ക് അന്വേഷിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ വർക്ക് ഏരിയയുടെ നീളവും വീതിയും പറഞ്ഞില്ലല്ലോ. ഒരു 1 മീറ്റർ 80 സെൻറ്റിമീറ്റർ.
ഏതാണ്ട് ഒരു 2 മീറ്റർ എന്ന് തന്നെ പറയാം. 2 മീറ്റർ നീളവും 2 മീറ്റർ വീതിയും, ഒരു സ്ക്വയർ വർക്ക് ഏരിയ. 2 മീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. ചുരുക്കി പറഞ്ഞാൽ രമണ, ഞാൻ പറഞ്ഞു വന്നത് ചെറിയ സ്ഥലമാണെങ്കിലും നമുക്കും ഓർഗനൈസ് ചെയ്തിട്ട് വലിയ വലിയ സാധനങ്ങളൊന്നും വാങ്ങിക്കൂട്ടാതെ, ഓർഗനൈസറൊന്നും വാങ്ങിക്കൂട്ടാതെ ഒതുക്കി വെക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ കാര്യം ഇതാണ്. ഫ്രിഡ്ജിൽ ഇപ്പം ഓർഗനൈസ് ചെയ്യാൻ ഞാനൊന്നും വാങ്ങിയില്ല എന്നൊന്നും പറയുന്നില്ല. ചെറിയ വിലേൻ്റെത് അത്യാവശ്യമാണെന്ന് തോന്നുന്നത് കാണുമ്പോൾ നമുക്കത് വാങ്ങണമെന്ന് തോന്നുമല്ലോ. അക്കൂട്ടത്തിൽ പെട്ടതാണ് ഇതൊക്കെ കേട്ടോ. നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ കഴുകി നമ്മൾ ഒന്ന് വെള്ളമൊക്കെ ഒപ്പിയതിന് ശേഷം ഇതിലങ്ങ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ തിരക്കിൻ്റെ ഇടയിൽ പിന്നെ ഉപ്പും മഞ്ഞളുള്ള വെള്ളത്തിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ട് ഇത് വാങ്ങിക്കൂട്ടിയതാണ്. പിന്നെ വെള്ളം വെക്കുന്ന നമ്മുടെ ഗ്ലാസിൻ്റെ ബോട്ടിലില്ലേ, അതും ഞാൻ വാങ്ങിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇങ്ങനെ പഴയ സോസ് ബോട്ടിലൊക്കെ നമ്മൾ കാലിയാകുമ്പോൾ മാറ്റി വെച്ചിട്ട് അതിലൊക്കെയാണ് ഈ നമ്മുടെ ചിക്കൻ മസാല, മീറ്റ് മസാല അതൊക്കെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. കാരണം ഇതൊന്നും വല്ലപ്പോഴും ഉപയോഗിക്കുമോ, അപ്പോൾ പിന്നെ വെറുതെ കളയണ്ടല്ലോ, പൂത്തു പോവും. അതുകൊണ്ടല്ല ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ നമ്മുടെ സ്പൈസസ് ഒക്കെ ഫ്രിഡ്ജിൽ തന്നെയാണ്, അതും വല്ലപ്പോഴും ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങോട്ട് ചാടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ പെന്നും മറ്റേ അതുപോലെ തന്നെ ബാക്കിയുള്ള, അതായത് സ്റ്റഡി റൂമും ഓർഗനൈസ് ചെയ്യുന്നതും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. ഇതൊക്കെ മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തതാണ്. എന്നാലും ഈ പെന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാലോ, നമ്മൾ റെഡ് ഇങ്ക് ഉപയോഗിക്കുന്നവരും ഉണ്ട്, ബ്ലാക്കും ബ്ലൂ ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അതെല്ലാം ഇങ്ങനെ മാറ്റിയിട്ട് വെറുതെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് മാറ്റി മാറ്റി കെട്ടിവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ നമുക്ക് ഇവിടെയും തപ്പി അന്വേഷിച്ചിട്ട് സമയം കളയണ്ട. ഈ ഒരു റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ ഇതൊക്കെ കാര്യം നടക്കും. പിന്നെ ഒരു ബോക്സിൽ ഇട്ട് വെച്ചാൽ മതിയല്ലോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേപ്ലറൊക്കെ ഉണ്ടാവില്ലേ, സ്റ്റേപ്ലർ, സെല്ലോ ടാപ്പ്, ഇതെല്ലാം വെക്കുന്ന വേറൊരു ബോക്സാണ്. ആ ബോക്സിൽ അങ്ങ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേപ്ലർ വേണമെങ്കിൽ അത് എടുത്താൽ മതി. പിന്നെ അതുപോലെ ഇതിൻ്റെ താഴെയുള്ളത് നമ്മുടെ എന്താ പറയുക, ഇത് പെൻസിൽ, മോളുടെ പെൻസിലും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് നമ്മുടെ കളറിൻ്റെ സെറ്റുകളാണ്, മാർക്കറൊക്കെ അത് അവിടെ വെക്കും. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ അതെല്ലാം വെറുതെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് മാറ്റി വെച്ചെന്ന് മാത്രമേ. ഇതിനായിട്ട് സ്പെഷ്യലായിട്ട് ബോക്സും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു ബോക്സിൽ എല്ലാം മാറ്റി മാറ്റി സ്കെച്ച് പെന്നൊക്കെ വെക്കുക. പിന്നെ അതിൻ്റെ താഴെയുള്ള ഒരു ചെറിയൊരു ഒരു ബോക്സ് ഉണ്ട്, ബക്കറ്റ് പോലത്തെ ഒരു സാധനം. ഇതിലാണ് നമ്മുടെ ഫെവിക്കോള്, വേറൊരു ഗ്ലൂ ഉണ്ട്, സ്റ്റേപ്ലർ, പിന്നെ കത്രിക, കുഞ്ഞി നെയിൽ കട്ടർ, ഇതെല്ലാം ഇതിലായിടുക. ഇതിനേക്കാളും കുറച്ചും കൂടെ ഒരു വലിയ ബക്കറ്റ് പോലത്തെ ഒന്നുണ്ട് കേട്ടോ, നമ്മൾ അരി പൊടിപ്പിക്കുന്നതിൻ്റെ ചെറിയ സൈസ്. അതിൽ പറഞ്ഞ മാതിരി അതിന് മുന്നേ ഇത് നമ്മുടെ പഴയ സീഡിയും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു ചെറിയൊരു ബോക്സാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ വലിയ നമ്മുടെ സെല്ലോ ടാപ്പ് ഉണ്ടാവും, അതും ഡബിൾ സൈഡ് സ്റ്റിക്കറും, പിന്നെ വേണ്ടാത്ത കണ്ണടകളും. വേണ്ടാത്ത കണ്ണട എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഞാൻ പറഞ്ഞതിലോട്ട് ഞാനാണെങ്കിൽ ഇതൊക്കെ കളയും. എൻ്റെ ഹസ്ബൻഡും മോളും എല്ലാം സൂക്ഷിച്ച് വെക്കുന്നവരെ, അപ്പോൾ ഇതൊക്കെ അവർ യൂസ് ചെയ്യുന്നതാണ്. ഞാനിത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുടുംബകലഹം ഉണ്ടാവും. അതുകൊണ്ട് അവർക്ക് വേണമെന്ന് തോന്നുന്നത് അവിടെ അങ്ങ് മാറ്റി വെക്കും. നമ്മളെല്ലാം ഇങ്ങനെ ക്ലിയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ A4 ഷീറ്റും നമ്മൾ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡിക്ഷണറി, അതൊക്കെ ഇവിടെയാണ് ഓരോന്നോരോന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ബുക്സും കാര്യങ്ങളും ഷെൽഫൊക്കെ നിങ്ങൾ എപ്പോഴും കാണുന്നതാണ്. ലൈബ്രറി അതൊക്കെ അങ്ങനെയും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മോള് വരച്ച കുറച്ച് ചിത്രങ്ങളൊക്കെ ഫയലാക്കിയിട്ട് വെച്ചതാണ്. പിന്നെ നമ്മുടെ ഏണിക്കൂട് എന്ന് പറയില്ലേ, പണ്ടത്തെ ഏണിക്കൂട്, ഇപ്പോഴത്തെ സ്റ്റെയർ കേസിൻ്റെ ചോടെ, അവിടെ ഒരു ബോക്സിലാണ് ഇതുപോലുള്ള ടൂളും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. ഇത് പറഞ്ഞിട്ട് എന്തെങ്കിലും ഇലക്ട്രീഷ്യനൊക്കെ വന്ന് എന്തെങ്കിലും വർക്കൊക്കെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് റിപ്പയറിങ് വർക്കൊക്കെ ഉണ്ടാകുമ്പോൾ സ്ക്രൂ ഡ്രൈവറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്ന് തോന്നുമ്പോൾ 4 ഭാഗത്തും ഓടി നടക്കണ്ടല്ലോ, ഇവിടെ വന്നിട്ട് ഇതൊന്ന് തുറന്നാൽ മതി. അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അടുക്കളയിൽ നിന്ന് തുടങ്ങി സ്റ്റഡി റൂമിലെത്തി, സ്റ്റെയർ കേസിൻ്റെ താഴെ എത്തി, ഇങ്ങനെ എൻ്റെ സാധനങ്ങൾ വെക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു ദിവസം എല്ലാവരും കൂടെ വീട്ടിലേക്ക് വാട്ടോ. എൻ്റെ വീട്ടിൽ ഇവിടെ ഇപ്പോൾ ഹസ്ബൻഡിനും മൂക്കും അറിയുന്നത് പോലെ എല്ലാ സാധനങ്ങളും എവിടെ വെച്ചതെന്ന് നിങ്ങൾക്കും അറിയാൻ പറ്റും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ എന്താണെങ്കിലും കമൻറ്റിൽ അറിയിക്കണേ. എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നുണ്ടെന്ന് തന്നെ എൻ്റെ ഒരു വിചാരം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്